ഹലോ, റീനു ഹോം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെറൈറ്റി പ്ലാന്റ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ കൊറിയർ സർവീസ് DTDC ആണ്. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. ഇപ്പം നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം പ്ലാന്റ്സുകളൊക്കെ പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ സമയമാണ്. നമുക്ക് ഇന്ന് ഏതൊക്കെ പ്ലാന്റ്സുകളാണ് ഇട്ടതെന്ന് നോക്കാം. ആദ്യത്തെ പ്ലാന്റ് ഫയർ ക്രാക്കർ പ്ലാന്റ് ആണ്. അതിൻ്റെ റെഡും വൈറ്റും ഓറഞ്ചും 3 കളറാണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. നാര് പോലത്തെ ലീഫും അതിൽ വരുന്ന ഫ്ലവറും കാണാൻ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ 3ഉം കൂടെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ നല്ല ഭംഗിയാണ്. ഇതേ സൈസ് പ്ലാന്റാണ് നമുക്ക് സെയിലിനുള്ളത്. ഈ റെഡിൻ്റെത് കുറച്ച് ബുഷായ പ്ലാന്റ് ആയിരിക്കും. വൈറ്റിൻ്റെയും ഓറഞ്ചിൻ്റെയും കുറച്ച് ചെറിയ പ്ലാന്റ് ആയിരിക്കും കേട്ടോ. റേറ്റ് വരുന്നത് ഓരോന്നിനും 50 രൂപ. അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് ഒരു കുഞ്ഞു പൂമരമാണ്. കുഞ്ഞു ബുഷായിട്ട് ഇരിക്കുന്ന നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇൻഡിഗോ ഫെറ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ചെറുതിലേ തന്നെ ഫ്ലവറായി വരും കേട്ടോ. നല്ല ഡാർക്ക് പിങ്കും വൈറ്റും കലർന്നൊരു ഫ്ലവറാണ് ഇതിലുണ്ടാവുന്നത്. ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 60 രൂപ. അടുത്ത് നമുക്ക് സെയിലിനുള്ളത് സ്ട്രിങ് ഓഫ് ഹാർട്ടാണ്. അതിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി നമുക്ക് ജിഫിയുള്ള പ്ലാന്റാണ് കേട്ടോ സെയിലിനുള്ളത്. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 50 രൂപ. നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചെറിയ പോട്ടിലായിരിക്കണം പോട്ട് ചെയ്യേണ്ടത്. പിന്നെ വാട്ടറിങ്ങും. അടുത്ത് നമുക്ക് സെയിലിനുള്ളത് ഡെക്കോമയാണ് കേട്ടോ. അതിൻ്റെ ഡാർക്ക് ക്രീമാണ്. ഇതിപ്പം വീഡിയോയിൽ നമുക്കൊരു ഓറഞ്ച് കളർ പോലെ തോന്നുകയാണ് കേട്ടോ. ഡാർക്ക് ക്രീം കളറാണ് കേട്ടോ ഇത് വരുന്നത്. ഇതേ സൈസ് വലിയ പ്ലാന്റാണ് സെയിലിനുള്ളത്. റേറ്റ് വരുന്നത് 60 രൂപ. അടുത്ത നമുക്ക് സെയിലിനുള്ളത് ഗോൾഡൻ ഗ്ലോബ് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കളറിൽ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ബുഷായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. ഇതിന് കട്ടിങ്ങിൽ നിന്ന് ഒരുപാട് പ്ലാന്റ്സൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. റേറ്റ് വരുന്നത് 40 രൂപ. അടുത്ത നമുക്ക് സെയിലിനുള്ളത് ക്യാബേജ് വിഗോണിയാണ്. അതിൻ്റെ ജിഫിയിൽ നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റാണ്. ഇതേ സൈസ് പ്ലാന്റാണ് നമുക്ക് സെയിലിനുള്ളത്. റേറ്റ് വരുന്നത് 50 രൂപ. അടുത്ത നമുക്ക് സെയിലായിട്ടുള്ള സിയാം തുലിപ്പാണ്. അതിൻ്റെ മജന്ത കളറപ്പം നമുക്ക് സെയിലിനുള്ളത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ഫ്ലവർ കുറേ നാൾ അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ നമ്മൾ നട്ടു വെച്ചാലും ഒരു പോട്ടിൽ ബുഷായിട്ട് തൈകളായി വരും. കിഴങ്ങോട് കൂടിയ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 110 രൂപ. അടുത്ത പ്ലാന്റ് ബ്രൈഡൽ ബൊക്ക വൈറ്റാണ്. അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. ചിലതിലൊക്കെ ഫ്ലവറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. റേറ്റ് വരുന്നത് 50 രൂപ. അടുത്ത സെയിലിനായിട്ടുള്ളത് കലാത്തിയ ലൂട്ടിയ വെരിഗേറ്റഡ് ആണ്. പുതിയ വെറൈറ്റി ആട്ടോ. ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 140 രൂപ. അടുത്ത സെയിലിനായിട്ടുള്ളത് ഒരു വെറൈറ്റി ലെന്താനയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. ഇത് 2-3 കളറിൽ ഈ ഫ്ലവർ ചേഞ്ചായി വരുന്നുണ്ട്. യെല്ലോ കളറ്, അതുപോലെ റെഡ് വരുന്നുണ്ട്, ഒരു ലൈറ്റ് ഒരു പിങ്ക് പോലെ വരും. ലാസ്റ്റ് അത് കൊഴിയാനാകുമ്പോഴാണ് ഈ മജന്ത കളറ് വരുന്നത്. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 60. അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് ഗാർലിക് ലില്ലിയാണ്. അതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അതിൻ്റെ ലീഫിന് ഗാർലിക്കിൻ്റെ സ്മെല്ലുണ്ട്. ഇത് നമ്മൾ ചെറിയ പോട്ടിൽ ചെറിയൊരു പ്ലാന്റ് നട്ടു വെച്ചാൽ പോലും നിറഞ്ഞ തൈകളായി വരും. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 രൂപ. അടുത്ത് നമുക്ക് സെയിലായിട്ടുള്ളത് ഗോൾഡൻ കാസ്കേഡാണ്. നല്ല ഗോൾഡൻ കളറിൽ ഫ്ലവർ തരുന്ന ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. ഇതിന് ഓവർ കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരുപാട് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് കുറച്ച് ഷെയ്ഡുള്ള ഭാഗത്തൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നല്ല ക്രീപ്പറായിട്ട് ഇരുന്നോളൂ കേട്ടോ. നമുക്ക് ചെറിയൊരു പോട്ടിലൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. കുറേ നാൾ ഇതിൻ്റെ ഫ്ലവർ അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ അത് ലീഫായി ചേഞ്ചായി വരും. റേറ്റ് വരുന്നത് 60 രൂപ. അടുത്ത സെയിലുള്ളത് മെക്സിക്കൻ ഗോൾഡ് ഫിംഗറാണ്. ഇതുപോലെ ഓറഞ്ച് കളറിൽ ഫ്ലവർ തരുന്ന ബുഷായിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്.
ഇതേ സൈസ് പ്ലാന്റാണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത്. റേറ്റ് വരുന്നത് 70 രൂപ. അടുത്ത സെയിലിനുള്ളത് പെട്രിയ പിങ്കാണ്. കോഞ്ചിയ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇതിന് ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ കുറച്ച് ബുഷായ പ്ലാന്റ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 50 രൂപ. അടുത്ത സെയിലിനുള്ളത് സ്ട്രിങ് ഓഫ് പേളാണ്. അതിൻ്റെ ജിഫിയിൽ വന്ന പ്ലാന്റാണ് നമുക്ക് സെയിലിനുള്ളത്. റേറ്റ് വരുന്നത് 50 രൂപ. പോട്ട് ചെയ്യുമ്പോൾ ചെറിയ പോട്ടിൽ, കുഞ്ഞു പോട്ടിൽ പോട്ട് ചെയ്യുക. അതുപോലെ വാട്ടറിങ്ങും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അടുത്തത് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. മണിമുല്ലയാണ്. നല്ല ഭംഗിയായിട്ടോ അത് ഫ്ലവർ ചെയ്യുമ്പോൾ. ലീഫ് കാണാതെ ഫ്ലവറായി വരും. നല്ലൊരു സ്മെല്ലും ഉണ്ട്. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 50 രൂപ. അടുത്ത നമുക്ക് സെയിലിനുള്ളത് മന്ദാരാണ്. വൈറ്റ് കളറിൽ ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം, നല്ല സ്മെല്ലുള്ളൊരു പ്ലാന്റാണ്. നിറഞ്ഞ് ഫ്ലവറായി വരും. ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപ. അടുത്ത സെയിലിനുള്ളത് ബൊളീവിയൻ സൺസെറ്റാണ്. നല്ല ഓറഞ്ച് കളറിൽ നിറഞ്ഞ് ഫ്ലവർ തരുന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു തൈ നട്ടാൽ പോലും നിറഞ്ഞ തൈകളായി വരും. എല്ലാ ടൈമിലും നമുക്ക് ഫ്ലവർ തരുന്നൊരു വെറൈറ്റി കൂടിയാണ്. ഇതിൽ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 രൂപ. അടുത്ത സെയിലിനുള്ളത് മില്യൻസ് ഓഫ് ഹാർട്ടാണ്. അതിൻ്റെ ജിഫിയിൽ വന്ന പ്ലാന്റാണ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത്. ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 35 രൂപ. അടുത്ത സെയിലിനായിട്ടുള്ളത് ഡിസംബർ ലേഡിയാണ്. അതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 60 രൂപ. അടുത്ത നമുക്ക് സെയിലായിട്ടുള്ളതൊരു വെറൈറ്റി പ്ലാന്റാണ്. ലില്ലി ടർഫ് എന്നാട്ടോ അറിയപ്പെടുന്നത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ലീഫ് കാണാനും ഭംഗിയാണ്. ഇതിൽ വൈറ്റ് കളറിൽ ഫ്ലവർ വരും. നമുക്ക് ഓർക്കിഡിൻ്റെയൊക്കെ ഫ്ലവർ പോലെയാണ്. ഇതിൽ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 50 രൂപ. അടുത്ത സെയിലായിട്ടുള്ളത് നങ്ങ്യാർവട്ടം വെരിഗേറ്റഡ് ആണ്. വെരിഗേറ്റഡ് ലീഫിൽ വൈറ്റ് കളർ ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ്. നല്ല ഭംഗിയാട്ടോ, ലീഫ് കാണാനും ഫ്ലവർ കാണാനും നല്ല ഭംഗിയാണ്. ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 70 രൂപ. അടുത്ത നമുക്ക് സെയിലിനുള്ളത് സെരിസ ജാപ്പോണിക്ക എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ്. കോമൺ ആയിട്ട് നമ്മളതിന് സ്നോ റോസ് എന്ന് പറയും കേട്ടോ. നന്നായി വെരിയേഷൻ വന്ന വെറൈറ്റിയാണ്. ഇതിൽ വൈറ്റ് കളറാണ് ഫ്ലവർ വരുന്നത്. ഈ ബുഷായിട്ടുള്ള പ്ലാന്റാണ്. ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 60 രൂപ. അടുത്ത സെയിലിനുള്ള സ്നോ റോസ് ആണ്. വെരിഗേറ്റഡ് ലീഫിൽ പിങ്ക് കളറിൽ ഫ്ലവർ വരുന്ന വെറൈറ്റി. ഇതിന് വെരിഗേഷൻ കുറച്ച് കുറവായിരിക്കും കേട്ടോ. ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 രൂപ. അടുത്ത സെയിലിനുള്ളത് സ്നോ റോസ് തന്നെയാണ്. അതിൻ്റെ ഡബിൾ പെറ്റൽ ഗ്രീൻ ലീഫിൽ തിക്കായിട്ട് ഇതിൽ വരുന്ന വെറൈറ്റിയാണ്. പക്ഷെ ഫ്ലവർ ചെറുതായിരിക്കും കേട്ടോ. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 രൂപ. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ക്രിപ്താന്തസ് ആണ്. ഒരു വെറൈറ്റി ക്രിപ്താന്തസ് ആണ് കേട്ടോ. ഇതൊരു ബുഷ് പോട്ടാണ്. ഇതിലുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 60 രൂപ. അടുത്തത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. തുംബോർജിയ ബ്ലൂ വെരിഗേറ്റഡ് ആണ്. വെരിഗേറ്റഡ് ലീഫിൽ ഇങ്ങനെ ബ്ലൂ കളറിൽ ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ്. ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപ. അടുത്ത പ്ലാന്റ് യെല്ലോ കാപ്സിസ് ആണ്. ജിംകി കമ്മൽ എന്നൊക്കെ അറിയപ്പെടുന്നൊരു വെറൈറ്റി പ്ലാന്റ് ആണ്. അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. റേറ്റ് വരുന്നത് 60 രൂപ. അടുത്ത സെയിലുള്ളത് നമുക്ക് ക്രീപ്പറായിട്ടും ബുഷായിട്ടൊക്കെ വളർത്താൻ പറ്റിയ പ്ലാന്റാണ്. ഗ്ലോ വൈനാണ്. അതിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. റേറ്റ് വരുന്നത് 80 രൂപ. അടുത്ത നമുക്ക് ബുഷായിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. യെല്ലോ വെയിൻ ബുഷ് പ്ലാന്റാണ്. നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റാണ്. അപ്പോഴാണ് അതിൻ്റെ ലീഫിലെ യെല്ലോയിഷ് കളറൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണുക. ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാട്ടോ. എല്ലാ ടൈമിലും നമുക്ക് ഫ്ലവർ നിറഞ്ഞു തരുന്നൊരു പ്ലാന്റ് കൂടിയാണ്. ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപ. അടുത്ത സെയിലിനത് വാട്ടർ ജാസ്മിൻ ആണ്.
നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അതുപോലെ നല്ല സ്മെല്ലും ആയിരിക്കും കേട്ടോ ഈ ഫ്ലവറിന്. ഇങ്ങനെ ഒരു ബുഷ് പ്ലാന്റ് ആണ്. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 70 രൂപ. അടുത്ത സെയിലുള്ളത് പൗഡർ പഫാണ്. ഇതേ സൈസ് ഫ്ലവർ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. ഇതിൻ്റെ മദർ പ്ലാന്റ് ആണത്. റേറ്റ് വരുന്നത് 80 രൂപ. അടുത്ത സെയിലുള്ളത് ബിരിയാണി പ്ലാന്റ് ആണ്. ബിരിയാണി ലീഫ്. ബിരിയാണിയിലൊക്കെ നമ്മൾ ഈ ലീഫ് ഇട്ടാൽ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരിക്കും. അതുപോലെ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഈ ലീഫിൻ്റെ ഒരു കുഞ്ഞു കഷ്ണം അതിലിട്ട് കൊടുത്താൽ നല്ല രുചി ഉണ്ടാവും, നല്ല സ്മെല്ലും ഉണ്ടാവും കേട്ടോ. നെയ്ച്ചോറിലേക്കൊക്കെ നല്ലതാണ് ഇതിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയുള്ളൊരു പ്ലാന്റാണിത്. ഈ പ്ലാന്റിൻ്റെ റേറ്റ് 70 രൂപയാണ്. അടുത്ത പ്ലാന്റ് ലോറ പെറ്റാലാണ്. അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. റേറ്റ് വരുന്നത് 50 രൂപ. അടുത്ത നമുക്ക് സെയിലിനുള്ളത് അരേലിയാണ്. ഫിംഗർ അരേലിയാണ്. ഇതേ സൈസ് പ്ലാന്റാണ് നമുക്ക് സെൻഡ് ചെയ്യുന്നുണ്ടാവുക. റേറ്റ് വരുന്നത് 40 രൂപ. അടുത്തത് എല്ലാ ടൈമിലും നമുക്ക് ഫ്ലവർ തരാൻ കഴിവുള്ളൊരു പ്ലാന്റാണ്. അലമാണ്ടയാണ്. അലമാണ്ട യെല്ലോ കളറ്. എപ്പോഴും ഫ്ലവറായിരിക്കും. അതിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ. ഇതേ സൈസ് പ്ലാന്റ് നമുക്ക് സെയിലിനുണ്ട്. റേറ്റ് വരുന്നത് 40 രൂപ. അടുത്ത നമുക്ക് സെയിലിനുള്ളത് ബർലേറിയ പ്ലാന്റ് ആണ്. നമുക്ക് ബുഷായിട്ടും ക്രീപ്പറായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റാണ്. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 രൂപ. അടുത്ത സെയിലിനുള്ളത് ബിഗോണിയാണ്. ഓറഞ്ച് കളറിൽ ഫ്ലവർ തരുന്ന ഗ്രീൻ ലീഫിൽ ചെറിയ ഡോട്ടുകളുള്ള ഒരു വെറൈറ്റിയാണ്. ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനുള്ളത്. റേറ്റ് വരുന്നത് 50 രൂപ. അടുത്ത സെയിലിനുള്ളത് ബിഗോണിയാണ്. ഏഞ്ചൽ ബിഗോണിയാണ് കേട്ടോ. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപ. ഇത്രയും പ്ലാന്റ്സൊക്കെയാണ് നമ്മൾ സെയിലിനിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ റിപ്ലൈ തരുന്നതാണ്. ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.